നമ്മുടെ മലയാളികളുടെ സ്വന്തം നടൻ ലാലു ലക്സിൻ്റെ ജന്മദിനമാണെന്ന്. ഇപ്പോൾ ലാലു ലക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറേ കഥാപാത്രങ്ങളൊക്കെ കടന്നു വരും. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് ലാലു ലക്സ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര സിനിമാ മോഹമായിരുന്നു. അദ്ദേഹം തന്നെ ഒരുപാട് അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ. അതായത് അദ്ദേഹം ചെറുപ്പകാലത്തൊക്കെ സിനിമകളൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ട ശേഷം വന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് അതിലെ നായകൻ്റെയൊക്കെ സീൻസൊക്കെ അദ്ദേഹം അഭിനയിച്ച് അത് സ്വയം കണ്ണാടി നോക്കിയിട്ട് അദ്ദേഹം അഭിനയിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസും അതിൻ്റെ ഒരു താല്പര്യമൊക്കെ കൂടിയത്. അങ്ങനെ ഒരു 78 എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ഈ ഗാനം മറക്കുമോ എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് ഒരു സിനിമയിൽ മുഖം കാണിക്കണം, അല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് ചുവട് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ടും പിന്നെ അദ്ദേഹം ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള കുറേ വേഷങ്ങൾ. പക്ഷെ അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ അത്ര പെട്ടെന്ന് ആവാൻ അദ്ദേഹത്തിന് പറ്റില്ല. അപ്പോൾ അദ്ദേഹം പിന്നീട് തുടർന്നും ജോലിയൊക്കെ ചെയ്തിരുന്നു. അതായത് സിനിമയിൽ വന്ന ശേഷം 2-3 വർഷമൊക്കെ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട്, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലവർ വരും, സംസാരിക്കും, ആളുകൾ തിരിച്ചറിയുന്നുണ്ട്, പക്ഷേ ഒരു ജോലിയും അതിൻ്റെ മുന്നോട്ട് അദ്ദേഹം കൊണ്ടുവരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു 82 ആയപ്പോഴാണ് ഇപ്പോൾ IV ശശിയുടെ ഈ നാട് എന്ന് പറയുന്ന ഒരു സിനിമ. ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം എത്രത്തോളം ലാലു ലക്സ് എന്ന് പറയുന്ന ഒരു നടന് ആ ഒരു സിനിമ എന്താ പറയുക പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആ ഒരു വേഷം എന്നുള്ളതാണ്. കാരണം അതിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്, TG രവി ഉണ്ട്. ശരിക്കും ബാലചന്ദ്രൻ നായരാണ് ആ ഒരു സിനിമയിലെ ഹീറോ എന്ന് പറയാം. പക്ഷെ അതിലെ ഒരു പോലീസ് ഓഫീസറുടെ ഒരു ക്യാരക്ടർ, അതായിരുന്നു ലാലു ലക്സിൻ്റെ ഒരു എന്താ പറയുക കരിയർ തന്നെ മാറ്റിമറിച്ചത്. അതിനുശേഷം പിന്നെ അദ്ദേഹം ശരിക്കും നായകതുല്യമായിട്ടുള്ള റോളുകൾ കുറേ വർഷം നമുക്കറിയാം. അദ്ദേഹം ഒരു 82 ഈ നാട് ഇറങ്ങിയ മുതൽ ഒരു 88 വരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ മാഗസീൻസൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ഹീറോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞൊരു രതീഷ്, ശങ്കർ, മമ്മൂട്ടി, മോഹൻലാൽ, ആ കൂട്ടത്തിൽ ഒരു 10 പേരെടുത്താൽ അതിലൊരാൾ ലാലു ലക്സ് തന്നെയായിരിക്കും. ലാലേട്ടൻ്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെയൊക്കെ തുല്യ പ്രാധാന്യമുള്ള കുറേ റോൾസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ പെട്ടെന്ന് വരുന്ന ന്യായവിധി എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ജോഷി, ഡെന്നിസ് ജോസഫ്, ന്യായവിധി എന്ന് പറയുന്ന സിനിമയിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ലാലു ലക്സിനാണ് കുറച്ചും കൂടിയും സ്ക്രീൻ സ്പേസ് ആ സിനിമയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ലാലേട്ടനായിട്ടും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസിൽ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എത്രയോ സിനിമകൾ കഴിഞ്ഞ് ഒരു 80s അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ പതുക്കെ അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി എന്ന് പറയാം. എനിക്ക് തോന്നുന്നു അദ്ദേഹം മറ്റു ബിസിനസ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി. ഒരു 90s തുടക്കമൊക്കെ എത്തിയപ്പോൾ സിനിമകളുടെ എണ്ണം കുറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ശരിക്കും ഒരു തിരിച്ചുവരവ് നടത്തിയത് പാതയം എന്ന് പറയുന്ന ഒരു സിനിമ 93-ലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ മമ്മൂക്കയും നടൻ മുരളിയൊക്കെ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളതിൽ പരാമർശിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു പാതയം. പാതയത്തിൽ ശരിക്ക് മുരളീനെയായിരുന്നു മനസ്സിൽ കരുതിയിരുന്നത്. പക്ഷേ മുരളിയുടെ ഡേറ്റും കാര്യങ്ങളും ക്ലാഷ് ആയപ്പോൾ ആ റോളിലേക്കാണ് ലാലു ലക്സ് എത്തിയത്. അങ്ങനെ അതിഗംഭീരമായിട്ടാണ് ലാലു ലക്സ് റോൾ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ ലാലു ലക്സ് ആണ് ശരിക്കും അതിലൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടർ. മമ്മൂക്കയെക്കാട്ടും പോസിറ്റീവ് ക്യാരക്ടർ ശരിക്കും ലാലു ലക്സിൻ്റെയാണ് അതിൽ. മമ്മൂക്കയുടെ ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കുറച്ചൊരു നെഗറ്റിവിറ്റി ഉണ്ട്. ആ സിനിമ കണ്ടവർക്കൊക്കെ ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ അതിൻ്റെ കഥയിലേക്ക് കിടക്കുന്നില്ല. എങ്കിലും അതൊരു ഭയങ്കര ബ്രേക്കായി. പിന്നെ വീണ്ടും കുറേ സിനിമകൾ അഭിനയിച്ച്, പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കങ്ങനെ എടുത്തു പറയത്തക്ക എല്ലാ സിനിമകളും പോലീസ് ഓഫീസറായിട്ടുണ്ട്. അദ്ദേഹം ഒരു സീനിലൊക്കെ പോലീസ് ഓഫീസറായിട്ട് വരുന്ന സിനിമകൾ പോലും ഇന്ന് നമ്മൾ റീൽസൊക്കെ ആയിട്ട് കാണാറുണ്ട്. അതിലെനിക്ക് തോന്നുന്നു കാഞ്ഞിരപ്പള്ളി കറിയാച്ച് എന്ന് പറയുന്ന ഒരു സിനിമ, അതുപോലെ തന്നെ സ്വർണ്ണക്കിരീടം എന്ന് പറഞ്ഞ മനോജ് കെ ജയൻ്റെ ഒരു സിനിമ, അതിൽ ഇദ്ദേഹത്തിൻ്റെ ചില തെറി വാക്കുകളൊക്കെ വെച്ചിട്ടൊക്കെ റീൽസൊക്കെ ഒന്ന് പലതും കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയലോഗ് പ്രസൻറ്റേഷൻ നമുക്കറിയാം. ഇപ്പോൾ പേഴ്സണലായിട്ട് പറയുക എന്ന് പറഞ്ഞ മിമിക്രിക്കാരെ ഏറ്റെടുത്തത് അത് ഏത് സിനിമയിലാണ് ലാലു ലക്സ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് തന്നെ ഓർമ്മയില്ല. പക്ഷെ അത് എവിടെയോ കേട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭാഷണ ശൈലിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ലാലു ലക്സ് എന്ന് പറയുന്ന നടനെ ഇഷ്ടമാണ്. പിന്നെ നമുക്കിപ്പോൾ എനിക്ക് പേഴ്സണലി ലാലു ലക്സിൻ്റെ സിനിമകൾ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയാവുന്ന പിന്നെ നിറം എന്ന് പറയുന്ന ഒരു സിനിമ, ഫാൻഡം എന്ന് പറയുന്ന ഒരു സിനിമ, ഇതൊക്കെ ശരിക്കും ആ ഒരു 90s ഒരു 2000 തുടക്കമൊക്കെ കിട്ടിയ നല്ല മികച്ച ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ വലിയൊരു പുരസ്കാരങ്ങളൊന്നും ആ സമയത്ത് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് ഒരു പുരസ്കാരം കിട്ടിയ ഒരു സിനിമ എന്ന് പറയുന്നത് കമലിൻ്റെ 2004 റിലീസ് ചെയ്ത മഞ്ഞുപോലെ പെൺകുട്ടി എന്ന് പറയുന്ന സിനിമയാണ്. ആ ഒരു സിനിമ ആ ഒരു സമയത്ത് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. അന്നൊരു സിനിമാ സമരം വന്നിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനും താരങ്ങളുടെ സംഘടനയൊക്കെ ഒരു സമരവും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച സമയത്താണ് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സത്യം എന്ന് പറയുന്ന സിനിമയും മഞ്ഞുപോലെ പെൺകുട്ടി എന്ന് പറഞ്ഞ 2 സിനിമകളും സംഭവിക്കുന്നതും. അതിൽ ഈ എന്താ പറയുക ലാലു ലക്സും അപ്പുറത്ത് സത്യത്തിൽ പൃഥ്വിരാജും തിലകനും പിന്നെ ബാബുരാജ്, ഇങ്ങനെ കുറേ നടന്മാരൊക്കെ സംഘടനയ്ക്ക് എതിരെ നിന്നുകൊണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷന് വേണ്ടി നിന്ന് അവർക്ക് സിനിമ ചെയ്ത കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് ലാലു ലക്സൊക്കെ
അന്നത്തെ ഒരു മാഗസീനിലൊക്കെ ഞാൻ വായിച്ചൊരു ഓർമ്മയുണ്ട്. എനിക്ക് എൻ്റെ കരിയറിൽ ഏറ്റവും മികച്ച റോളാണ് കിട്ടുന്നത്, അതെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ലാൽബക്സ് മഞ്ഞുമൽ പെൺകുട്ടിയിലെ റോൾ ചെയ്തത്. അത് അദ്ദേഹത്തിന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഇവിടം സ്വർഗമാണെന്ന് പറയുന്ന ഒരു സിനിമ, അതിലും നല്ലൊരു ഗംഭീര റോളാണ്. കുറേ സിനിമകളുണ്ട്, ഇപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന കുറേ സിനിമകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ പാതയം എന്ന് പറഞ്ഞ സിനിമ മുരളിക്കപ്പുറത്ത് തിരക്കായത് കൊണ്ടാണ് ലാൽബക്സിന് ആ ഒരു വേഷം ശരിക്കും ലഭിച്ചത്. ഇദ്ദേഹം ഇല്ലെങ്കിൽ ചിലപ്പോൾ ലാൽബക്സിന് ആ ഒരു ബ്രേക്ക് കിട്ടില്ലായിരിക്കാം. പിന്നെ സിബി മലയിൽ കിരീടം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അതിൽ ജോണിയുടെ ക്യാരക്ടർ, നമുക്കറിയാം കിരിക്കാടൻ ജോസിൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ജോണി. ചെങ്കോലിലും നമുക്കറിയാം ജോണി ആ 2 കൈയെല്ലാം പോയി ഫസ്റ്റ് ഹാഫിൽ ഒരു ഭയങ്കര ക്രൂരനായ ഒരു ജോണി സെക്കൻഡ് പാർട്ടായപ്പോൾ എത്രത്തോളം ഒരു പോസിറ്റീവ് ക്യാരക്ടറായി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ റോളിലേക്ക് ലാൽബക്സിനെ വിളിച്ചിരുന്നു. പക്ഷേ അന്ന് നമുക്കറിയാം ലാൽബക്സ് വിഗ് വെച്ചാണ് അഭിനയിക്കുന്നത് സ്ഥിരമായിട്ട്. ലാൽബക്സ് ഇപ്പോഴും വിഗ് വെച്ചിട്ട് തന്നെയാണ് സിനിമകളിലൊക്കെ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ലാൽബക്സും സിബി മലയിൽ പറഞ്ഞു വിഗ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ലാൽബക്സിന് ചെറിയൊരു മടി. അങ്ങനെ ലാൽബക്സ് മറിട്ടാണ് ആ ഒരു റോള് ജോണി ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു ലാൽബക്സ് ആയിരുന്നെങ്കിൽ അതൊരു വേറൊരു തരത്തിലുള്ള ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടുമായിരുന്നു. എന്തായാലും ലാൽബക്സ് ആ റോള് നിരസിച്ചതുകൊണ്ട് അത് ജോണിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ലാൽബക്സിനെ കുറിച്ച് ജയറാമൊക്കെ രസകരമായിട്ട് പറഞ്ഞതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ. ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ലാൽബക്സിൻ്റെ ചില ഒരു വോയിസ് മോഡുലേഷനൊക്കെ കളിയാക്കിയിട്ടൊക്കെ ജയറാം പറഞ്ഞതും ജയറാമിനൊരു മറുപടി തമാശ രൂപേണ തന്നെ ലാൽബക്സ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതായത് ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് സിനിമയിൽ സജീവമാകുന്ന സമയത്ത് ജയറാം അതിനൊക്കെ ശേഷമാണ് സിനിമയിൽ വന്നത്. ജയറാം എന്നെ അനുകരിച്ചില്ല, ലാൽബക്സിനെ അനുകരിച്ചിരുന്ന ഒരു മിമിക്രിക്കാരൻ പയ്യ എന്ന രീതിയിലായിരുന്നു ജയറാമിനെ അന്ന് അറിയപ്പെട്ടിരുന്നത് കലാഭവനിൽ നിന്നൊക്കെ ലാൽബക്സ് പറയാറുണ്ട്. അപ്പോൾ അത് ശരിയാണ്. കാരണം ലാൽബക്സിനെയും പ്രേം നസീറിനെയൊക്കെയാണ് കൂടുതൽ ജയറാം ആ സമയത്ത് അനുകരിച്ചിരുന്നത് സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ സിനിമയിൽ വരണതിന് മുമ്പ്. പിന്നെ കൺകെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടോ? ഒരു കൺകെട്ട് എന്ന് പറയുന്ന സിനിമ ശ്രീനിവാസനും ജയറാമൊക്കെ അഭിനയിച്ച ഒരു മാജിക്കുകാരനായിട്ട് ശ്രീനിവാസൻ്റെ ഒരു സിനിമയാണ്. അതിൽ ലാൽബക്സിന് വില്ലൻ ക്യാരക്ടറുണ്ട്. അതിൽ ലാൽബക്സിന് ഡബ് ചെയ്തിരിക്കുന്ന ജയറാമാണ്. എത്രത്തോളം നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇന്ന സിനിമ കാണുമ്പോൾ പറയാം, ജയറാം നായകനായിട്ട് ജയറാം അപ്പുറത്തുണ്ട്, ഇപ്പുറത്തിൽ വില്ലനും വില്ലനായ ലാൽബക്സിന് ഡബ് ചെയ്തിരിക്കുന്നത് ജയറാമാണ്. അങ്ങനെ പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ലാൽബക്സ്, പിന്നെ എനിക്ക് തോന്നുന്നു ലാൽബക്സിൻ്റെ മകൻ സിനിമയിൽ വന്നിരുന്നു. 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചു. പിന്നെ അദ്ദേഹം വിദേശത്ത് പോയി. ലാൽബക്സ് പിറവത്തെ വീട്ടിലും പിന്നെ വിദേശത്തൊക്കെ ആയിട്ട് മാറി മാറി താമസിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു തിരിച്ചു വന്നത് ബ്രോഡാഡി എന്ന് പറയുന്നൊരു സിനിമയാണ്. അത് ശക്തമായിട്ടുള്ള റോളാണ്. ശരിക്കും പൃഥ്വിരാജ് തമാശയായിട്ട് ലാൽബക്സിനെ വിളിച്ച് പറഞ്ഞത്, ചേട്ടൻ ഞാൻ നായകനാകാൻ പോവുകയാണ് എന്ന് മറ്റാണ് ബ്രോഡാഡിക്ക് വിളിച്ചെന്നാണ് പറഞ്ഞത്. അതിൽ ആ കല്യാണിയുടെ അച്ഛൻ്റെ റോള്. അങ്ങനെ അതിലൂടെ ശക്തമായിട്ട് തിരിച്ചു വന്നു. പിന്നെ ഒരു കാലത്ത് ലാൽബക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം അച്ഛൻ വേഷങ്ങളായി നമുക്കറിയാം. പിന്നീട് ലാൽബക്സും ദേവനായിരുന്നു സ്ഥിരമായിട്ടുള്ള അച്ഛൻ റോളുകൾ. അവിടുന്ന് പിന്നെ രഞ്ജി പണിക്കരും പിന്നെ ജോണി ആൻ്റണിയൊക്കെ വന്ന ശേഷമാണ് കഴിഞ്ഞൊരു 10 വർഷം എടുത്തു കഴിഞ്ഞാലുള്ള ലാൽബക്സിൻ്റെ അച്ഛൻ വേഷങ്ങളിലോട്ട് മറ്റു താരങ്ങളുടെയൊക്കെ അവരിതിലോട്ട് പോയത്. അത് പിന്നെ എപ്പോഴും സംഭവിക്കുന്നതാണ്. കാലം മാറുന്തോറും മറ്റു താരങ്ങൾ വരും. എങ്കിലും ലാൽബക്സ് ചെയ്ത റോളുകൾ എന്നും അതേപോലെ തന്നെ ഉണ്ടാവും. ഇന്നിപ്പോൾ എനിക്കോട് അദ്ദേഹത്തിന് ഇപ്പോൾ 74 വയസ്സോ, എനിക്കോട് മമ്മൂക്കയെക്കാട്ടും 1 വയസ്സ് സീനിയറാണെന്ന് തോന്നുന്നു. അതോ 1 വയസ്സ് താഴെയോ, എന്തായാലും 70+ ഉണ്ട് അദ്ദേഹത്തിന്. ഇനിയും ശക്തമായിട്ടുള്ള റോളുകൾ ഇപ്പോഴും അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂത്തിനെ പോലെയൊക്കെ തന്നെ നമുക്ക് തോന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ അങ്ങനെ ഭയങ്കര പ്രായമായിട്ടുള്ള ഭയങ്കര ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളായിട്ടുള്ള ഇപ്പോഴും ഒരു 50s ഉള്ള റോളുകളൊക്കെ ചെയ്താൽ ഇപ്പോഴും അദ്ദേഹത്തിന് നന്നായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ കുറേ സിനിമകളുടെ പേര് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാൽബക്സിൻ്റെ ക്യാരക്ടേഴ്സ് ഏതാണെന്നുള്ളത് നമുക്ക് ഷെയർ ചെയ്യാം.